എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ പോവുകയാണ്. സാധാരണയായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെയാണ് ഇത് ഫേമസ്. അവരുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ്. എന്തെന്നല്ലേ, മൊമോസ്. അപ്പം മൊമോസ് ഇന്ന് കേരളത്തിൽ വളരെയധികം ട്രെൻഡായിട്ടിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. ഇപ്പം ചായയുടെ കൂടെ ആണെങ്കിലും അല്ലാതുള്ള നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ ഈ ചായയുടെ കൂടെ കടിയൊക്കെ ഉണ്ടാകുമ്പോൾ എണ്ണയിലുള്ള ഭക്ഷണങ്ങളല്ല കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹെൽത്തിയുമാണ്, പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പം അതിൻ്റെ ഫില്ലിങ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ഈ മൈദ ഒന്ന് പഠിച്ചിട്ട് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം മൈദ ഒന്ന് കുഴച്ചെടുത്തിട്ട് പറയാം. പിന്നെ ഇന്നത്തെ മോമോസിന് ഒരാൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പിടിയില്ലാത്ത ഐറ്റം ആയതുകൊണ്ട് ഒന്ന് പഠിക്കാൻ കൂടിയിട്ടാണ് കേട്ടോ. അത് അപ്പോൾ നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ നമ്മുടെ ഫില്ലിങ്സിനെ കുറിച്ചുള്ള ഒരു എന്താണ്, ഞാനിന്ന് വെജിറ്റബിളും ഉണ്ടാക്കുന്നതിന് കുറച്ച് നോൺ വെജും കൂടെ. അപ്പോൾ ഫില്ലിങ്സ് നമുക്ക് പിന്നെ ഇതൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പം നമുക്ക് മൈദ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫില്ലിങ്സിന് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാബേജ് പിന്നെ സോയാബീനിൽ ചെറിയ സോയാബീനാണ്. ആ ചെറിയ സോയാബീൻ എന്താണ്, വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് സോയാബീൻ നമ്മൾ വേവിച്ചെടുത്തിട്ട് അത് നമ്മൾ ഈ പരുവത്തിൽ കേട്ടോ, ഇത് വേവിച്ചെടുത്ത സോയാബീനാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ബാരിക്ക്, അതായത് ചെറിയതാകുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ സോയാബീൻ കുറച്ച് ഇവിടെ നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ചെറിയ സോയാബീൻ എടുത്തിരുന്നത് നല്ലപോലെ ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ആയി കിട്ടും. ഇത് ഇങ്ങനെ പിന്നെ എടുത്തിരിക്കുന്നത് വെച്ചാൽ കാബേജാണ്. അപ്പോൾ കാബേജ് ഇത്രയും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടണം. അപ്പം കൈകൊണ്ട് അരിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൽ ചെയ്തെടുത്താൽ മതി. ഇതിലാകുമ്പോൾ നമുക്ക് ഇത്ര നല്ല ചെറിയതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് നമുക്കൊന്ന് തയ്യാറാക്കും. പിന്നെ മീൻ ഞാനിവിടെ എന്താ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പകുതി നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിൽ നല്ലപോലെ മൊരിയേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് കുക്കാണ്. ഇതിപ്പോൾ ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ, പകുതി കുക്കായിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ മാംസം മാത്രമായിട്ട് നമ്മൾ അടർത്തിയെടുക്കണം. അപ്പോൾ ഒരുപാട് ഹാർഡുള്ള മീൻ, അതായത് ഇപ്പോൾ ഈ മീനിൻ്റെ കാര്യം പറയുമ്പോൾ ഫിഷിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഹാർഡ് മീൻ ഉപയോഗിക്കാതിരിക്കും. അതായത് മോത, വലിയ പറ്റ പോലുള്ള ഹാർഡായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള മത്സ്യങ്ങൾ ഉപയോഗിക്കണം. മുള്ളുള്ളതാണെങ്കിൽ നമ്മൾ മുള്ളെല്ലാം മാറിയിട്ട് അതിൻ്റെ മാംസം മാത്രം അടർത്തി എടുത്തിട്ട്, അപ്പോൾ ഫിഷ് മോമ ആണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും സോയ ചേർക്കത്തില്ല നമ്മൾ. പക്ഷേ കാബേജ്, അത് വെജിറ്റബിൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിളിൻ്റെ കൂടെ നമുക്ക് എന്താണെന്ന് പറയുന്നത് സോയാബീൻ ചേർക്കും വെജിറ്റബിളിൻ്റെ കൂടെ. പിന്നെ ഫിഷോ നമുക്ക് ചിക്കനോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ സോയ ചേർക്കണ്ട. പക്ഷേ കാബേജ് കുറച്ചത് ഫില്ലിങ്സ് മസ്റ്റായിട്ട് ചേർക്കണം. അപ്പോൾ ഫിഷ് ആണെങ്കിൽ കൂടെ അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഒരു കാബേജിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കാബേജ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫിഷ് മോമോ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഫില്ലിങ്സ് ഇതിനകത്ത് നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. മതി. അപ്പോൾ നമുക്ക് 3-4 ഫിഷ് മോമോയുടെ ഒരു ഫിഷ് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഇത് ഞങ്ങളിങ്ങനെ മുള്ളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് മിക്സ് ചെയ്യും. ഇത് നമുക്ക് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫിഷ് മോമോയുടെ ഫില്ലിങ്സ് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് മോമോ ഉണ്ടാക്കുന്നില്ല, വെജ് അല്ലാതെ നമുക്ക് നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നെങ്കിൽ അത് എടുക്കണ്ട. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയാബീൻ അതിലോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് മസാലകളൊന്നും ഒരുപാട് നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ചട്നിയാണ് ഉണ്ടാക്കേണ്ടത്, സ്പൈസി. അപ്പം ഇതിൻ്റെ
വളരെയധികം സ്പൈസി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മോമോയുടെ കൂടെ. അപ്പോൾ അങ്ങനെ എരിവില്ലാത്തൊരു കാച്ചപ്പോ ടൊമാറ്റോ സോസോ എന്തെങ്കിലും വേണം കഴിക്കാം. പക്ഷേ മോമോ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ആ ചട്നിയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഫിഷ്, അത് കുറച്ച് ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മുള്ള് കളഞ്ഞ് വെച്ച് അത് ഈ കാബേജിൻ്റെ കൂടെ മിക്സ് ചെയ്താണ്. അപ്പോൾ ഇതിനകത്തിൽ സോയാബീൻ ഇല്ല. നമുക്ക് ഫിഷ് മോമോ നോൺ വെജ് മോമോ ഉണ്ടാക്കുമ്പോൾ പത്താഗോബി, അതായത് കാബേജ് കുറച്ച് നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. പക്ഷേങ്കിൽ സോയാബീൻ അതുകൊണ്ട് ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാബേജ് എടുത്ത് മാറ്റിയിട്ട് അതിൽ ഫിഷ് നമ്മൾ മുള്ളെല്ലാം കളഞ്ഞ് വെച്ച് എടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഷീറ്റ്, ഈ മോമോയുടെ നമുക്കൊരു ഷീറ്റൊന്ന് തയ്യാറാക്കാം. ഷീറ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ സമൂസ പോലെ നമുക്കിതിൻ്റെ ഷീറ്റൊന്ന് തയ്യാറാക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ നമുക്ക് ഈ കിച്ചൺ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുത്ത് അതിൻ്റെ ഷീറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കുറച്ച് വെച്ചിരുന്ന മൈദ ഇതേപോലെ നമ്മൾ കിച്ചൺ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്, അത് ഷാർപ്പ്, അതിൻ്റെ അരിക് നല്ല ഷാർപ്പായിട്ടുള്ള ഗ്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് വലിപ്പം ഉള്ള ഗ്ലാസ് വേണ്ട, നമുക്കൊരു മീഡിയം വലിപ്പമുള്ള ഗ്ലാസ് മതി. അത് പിന്നെ നിങ്ങൾക്ക് ചെറുതോ വലുതോ ഏതാണ് ഇഷ്ടം, എങ്ങനെയാണ്, ചെറിയ സൈസിലാണ് കുറച്ച് വലുതാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച്. എന്നാലും ഒരുപാട് വലിപ്പം വേണ്ട. മോമോ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് വലിപ്പം വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് ഒന്ന് നിറയ്ക്കാം. അതിൽ അപ്പോൾ ഫില്ലിങ്സ് നിറയ്ക്കുമ്പോൾ നമുക്ക് മോമോയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. കൂട്ടുകാരെ, നമ്മുടെ ഫില്ലിങ്സ് എല്ലാം നിറച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്, റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം സൈഡിൽ വന്ന ആ മൈദയുടെ ഇതാണ്, മാവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 സമോസ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പൊന്ന് വെറുതെ മാറ്റി, എത്രയേ ഉള്ളായിരുന്നു അതിൻ്റെ ബാക്കി ആ പീസ് വന്നുകൊണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഇഡ്ഡലിക്കുട്ട ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ് കേട്ടോ. ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ് നമുക്കിത്. അപ്പോൾ ഓരോന്നെടുത്ത് നമുക്കിത്, ഇത് ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ കൂടെ തന്നെ വരുന്ന ഈ ഹോളുള്ള, അപ്പോൾ ആവി വേണമല്ലോ നമുക്ക്, ആവിയിലല്ലേ ഇത് വേവുള്ളൂ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് കുറച്ചൊരു ചെറിയ ഗ്യാപ്പ് ഇതിനിട്ട് കൊടുക്കുന്നല്ല കേട്ടോ. ഈ വെന്ത് കഴിയുമ്പോൾ ചിലപ്പം അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഒട്ടിപ്പിടിച്ചാൽ വിളകി വരും, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആകുന്നിടം വരെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ചട്നി ഒന്ന് റെഡിയാക്കാം. ചട്നി എന്ന് പറയുമ്പോൾ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതിനകത്തിൽ പച്ചമുളകും തക്കാളിയും കൂടാണ്. അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പച്ചയ്ക്ക് തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിൽ കുക്ക് ഒന്നും ചെയ്യുന്നില്ല, പച്ചയ്ക്ക് തന്നെ
അരച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് ചട്നി റെഡിയാക്കിയിട്ട് വരാം. കൂട്ടുകാരെ, നമ്മുടെ മോമോ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചട്നിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല സ്പൈസിയാണ്. പച്ചമുളകും തക്കാളിയും ആവശ്യത്തിന് ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും അതിന് ചേർത്തിട്ടില്ല. അപ്പം എരിവ് ഇച്ചിരി കുറവ് വേണ്ടുന്നവർ പച്ചമുളക് ഇച്ചിരി കുറച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ സ്പൈസി നല്ല സ്പൈസി ആയിട്ട് കഴിച്ചെങ്കിലേ ഇതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സച്ചുവിന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അവൻ്റെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ അവൻ്റെ പല്ലിൽ കമ്പ്യൂട്ടറിനോട് ചെറിയ ബൈറ്റായിട്ട് അവന് കഴിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് കൊടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫില്ലിങ്സിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ഫില്ലിങ്സ് അല്ലേ, അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്തായാലും വരാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. വളരെ നല്ല ഒരു ടേസ്റ്റായുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.